ഹായ് ഫ്രണ്ട്സ്, ഇത് സോണിയുടെ ഒരു ഹോം തിയേറ്ററാണ്. 4.1 ഹോം തിയേറ്ററാണ്. വളരെ പോപ്പുലറാണ്, നല്ല വർക്കിംഗ് ആണ്, നല്ല ബാസുള്ള, നല്ല ട്രിബിളുള്ള അടിപൊളി സെറ്റാണ്. എല്ലാവർക്കും വലിയ ഇഷ്ടമാണ്. ഈ സെറ്റ് എത്ര കേടായാലും ആൾക്കാർ നന്നാക്കി ഉപയോഗിക്കും. ഇതിൻ്റെ മോഡൽ നമ്പർ കഴിഞ്ഞാൽ D40 എന്ന് പറയും. D40 ഇപ്പം മാർക്ക് 2 ഇറങ്ങിയിട്ടുണ്ട്. ഇതിൻ്റെ D40 മാർക്ക് 2 കുറച്ചും കൂടെ 100 വാട്ട്സ് ആക്കി. ഇത് 50 വാട്ട്സ് RMS ആണ്. ഇപ്പോഴത്തെ 100 വാട്ട്സ് ഉണ്ട്. ലേറ്റസ്റ്റ് വന്ന് അങ്ങനെ നമ്മൾ ഈ സെറ്റ് തുറക്കാൻ പോവാണ്. ഇപ്പോൾ തുറക്കുന്നതിന് മുമ്പ് ഒന്ന് രണ്ട് കാര്യം ഞാൻ കാണിക്കാം. ഇതുണ്ടോ, ഇത് ഇതുണ്ട്. ആൾക്കാർ തുറക്കാൻ വേണ്ടി ശ്രമിച്ചിരിക്കുന്ന ആൾക്കാർ തുറക്കാൻ ഇതുണ്ട്. ഇതിൻ്റെ സൈഡിൽ കൂടെ എല്ലാം ഇങ്ങനെ കുത്തിപ്പറിച്ച്. സത്യത്തിൽ ഇങ്ങനെയല്ല ഈ ഹോം തിയേറ്റർ തുറക്കേണ്ട. ഈ സൈഡിൽ കൂടെ അല്ല, ഇതിൻ്റെ അടിവശത്തു നിന്നാണ് തുറക്കുന്നത്. അതിന് അടിവശത്ത് തുറക്കാനായിട്ടുള്ള പാർട്സ് സ്ഥലം ഇട്ടിട്ടുണ്ട്. അവിടെ നമ്മൾ വീതിയുള്ള സ്കൂട്ടർ വെച്ച് നമുക്ക് തുറക്കാൻ പറ്റും. ഇതിപ്പോൾ ഞാൻ എങ്ങനെ തുറന്നെന്ന് ഞാൻ കാണിക്കുന്നില്ല. കാരണം എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ടെക്നീഷ്യന്മാർക്കെല്ലാം അറിയാം, കറക്റ്റായിട്ട് ടെക്നീഷ്യൻസ് എല്ലാം അറിയാതെ എങ്ങനെയാണ് തുറക്കേണ്ടത്. ഇതിപ്പോൾ ഇത് എങ്ങനെയാണ് തുറക്കേണ്ടതെന്ന് അറിയത്തില്ലാത്തതുകൊണ്ട് ഇവിടെ കുത്തിപ്പറിച്ചുകൊണ്ട് വന്നു. ഇനി അവിടെ കൂടെ കുത്തിപ്പറിച്ച് നശിപ്പിച്ച് കളയും. അതുകൊണ്ട് അത് കാണിക്കുന്നില്ല. നന്നാക്കുന്ന ടെക്നീഷ്യന്മാർ തുറന്നോളും. അതിന് കറക്റ്റ് ടൂളുണ്ട്. ആ ടൂൾ ഉണ്ടായിരിക്കണം. ആ ടൂൾ ഉണ്ടെങ്കിൽ മാത്രമേ അത് തുറക്കാൻ പറ്റുള്ളൂ. ഇത് നാട്ടുകാർക്ക് തുറക്കാനുള്ള സാധനമല്ല. അപ്പോൾ അത് നമ്മൾ ബോർഡ് അഴിച്ചെടുക്കാൻ പോവാം. ഇതിൻ്റെ അകത്ത് 2 ബോർഡാണ്. തുറന്ന് വരുമ്പോൾ 2 ബോർഡാണുള്ളത്. ആദ്യത്തെ ഒരു മെയിൻ ബോർഡുണ്ട്, പിന്നെ ഒരു ചെറിയ ബോർഡുണ്ട്. ഇതിപ്പോൾ ലൈറ്റ് കത്തി അങ്ങ് നിൽക്കുവാണിത്, ഒരു ഫങ്ഷനും ചെയ്യുന്നില്ല. ഈ ബോർഡ് എടുത്ത് നമ്മൾ മാറി നോക്കിയെങ്കിൽ നമുക്ക് ഏത് ബോർഡിൻ്റെ അത് 3 ബോർഡുണ്ട്. ഇതിനെ ഏത് ബോർഡിൻ്റെ ആണെന്ന് അറിയാൻ പറ്റുള്ളൂ. ഈ സെറ്റ് ഞാൻ ഇത് ബോർഡ് കംപ്ലൈൻ്റ് ആയിരുന്നു. ഈ ബോർഡ് നമ്മൾ മാറിയിട്ടു. മാറിയിട്ടപ്പോൾ ഇത് കണ്ടോ, കറക്റ്റായി. പുതിയ ബോർഡ് എടുത്ത് വെച്ചു. ഇതിന് ഫങ്ഷൻ ബ്ലൂ, ഇത് ഫങ്ഷന്, ഇത് ഓൺ ഓഫ്, ഏത് ഫങ്ഷൻ കിടക്കുന്നോ അത് വരും. അത്രേ ഉള്ളൂ. ഇത് നമുക്കൊന്ന് വർക്ക് ചെയ്ത് നോക്കാം. ഒരു പെൻ ഡ്രൈവ് എടുത്തു. ഇതിൻ്റെ മെയിനായിട്ട് ഇതിൻ്റെ എല്ലാവരും ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ ഇത് ലോക്കൽ ഒരു അഡാപ്റ്റർ അതിന് കൊടുത്തിരുന്നത്. ഇത് കണ്ടില്ലേ, ഇത് ആംബിയർ ഇല്ലാതെ വരുമ്പോഴാണ് ഈ പ്രശ്നങ്ങൾ വരുന്ന ബോർഡിന്. ഇത് കണ്ടോ, ലോക്കൽ അഡാപ്റ്റർ മെയ്ഡ് ഇൻ ഇന്ത്യ എന്നൊക്കെ ഇതൊരു സാധനമാണ്. 18 വോൾട്ട് 3 ആംബിയർ മതി. ആംബിയറൊക്കെ ചെയ്തിട്ടുണ്ട്, പക്ഷേ അത്ര ആംബിയർ ഒന്നും കിട്ടുന്നില്ല. ശരിക്കും സോണിയുടെ അഡാപ്റ്റർ ഇതാണ് വരുന്നത്. 4 ആംബിയർ ഉണ്ട്. 19 വോൾട്ട് ഉണ്ട്. 19 ആണെങ്കിലും കുഴപ്പമില്ല. ഇതിപ്പോൾ നമ്മൾ ഫങ്ഷൻ മാറ്റുന്നു. പെൻ ഡ്രൈവ് വർക്കായി. നെക്സ്റ്റ് പ്രീവിയസ്. ഇനി ഇത് സെറ്റ് ചെയ്യാം. അടച്ചിട്ട് സ്പീക്കറെല്ലാം കുത്തി കാണിക്കാം. അല്ലെങ്കിൽ തുറന്ന് വെച്ച് വേണമെന്ന് ഒരു ഊഫറിൻ്റെ ഒരു പെർഫോമൻസ് ഒന്ന് കാണിക്കാം. ഇവിടെ നോക്കിക്കാം. അതിൻ്റെ വോളിയം കുറഞ്ഞ് കിടക്കുന്നുണ്ട്. പക്ഷേ വോളിയം കൂട്ടാം. റിമോട്ട് എന്ത് ചെയ്യും? ഉണ്ട്, ബാറ്ററി കിടക്കാം. അപ്പോൾ അത് പാക്ക് ചെയ്യാം. വർക്കായി. ഫ്രണ്ടാണിത്. ഈ ഫ്രണ്ടിലെ ഗ്രില്ലിലേക്കുള്ള പൊടിയൊക്കെ ഒന്ന്
ബോർഡ് നമ്മൾ മുറുക്കാൻ പോവാണ്. അങ്ങനെയാണ് എന്താ വരുന്നത്. ഈ സൈഡിൽ തുടങ്ങണം. തിരിച്ചാണ് ഇത്. ഇങ്ങനെ വരണം. ഇങ്ങനെയാണ് വരേണ്ടത്. ഇങ്ങനെ വരേണ്ടപ്പം സാധനം ഇങ്ങനെ തിരിച്ച് വെക്കണം. ഇങ്ങനെ തിരിച്ച് വെച്ചിട്ട് ഇങ്ങനെ മുറക്കണം. ഇതിനൊരു മദർ ബോർഡ് ഇല്ലേ? മദർ ബോർഡ് ഇതിൻ്റെ അടിയിലാണ്. മദർ ബോർഡിന് വേറെ കുഴപ്പമൊന്നുമില്ല. മദർ ബോർഡ് കംപ്ലൈൻറ്റ് ഉണ്ടെങ്കിൽ ഇതിപ്പോൾ ഓണാകത്തില്ല. ഇത് ഫ്രണ്ടിലത്തെ കൺട്രോൾ ബോർഡിന് കംപ്ലൈൻറ്റ് ഉണ്ടായിട്ടുള്ളൂ. മദർ ബോർഡ് ഓക്കെയാണ്. മദർ ബോർഡ് അങ്ങനെ കവേർഡാണ്, അതിനകത്തൊന്നും കയറിയില്ല. ഓക്കെ, നമുക്ക് പാക്ക് ചെയ്യാം. പിള്ളേർ അവരുടെ ഇഷ്ടമുള്ള സാധനമൊക്കെ ആരും കാണാതെ കൊണ്ടുവന്ന് വെക്കുന്ന ഈ സബ് വൂഫറിൻ്റെ തുളയ്ക്കകത്താണ്. ഇപ്പം ഇതിനകത്ത് കിട്ടുന്നതായി മെഴുകുതിരി. എങ്ങനെയുണ്ട്? അടിപൊളിയല്ലേ? മെഴുകുതിരി ഫുള്ളോടെ കൊണ്ടുവന്ന് അകത്തോട്ട് തീ കത്തിച്ച് ഇടാഞ്ഞത് ഭാഗ്യമായിപ്പോയി. കുട്ടികളുടെ ഓരോ തമാശകളൊക്കെ നമ്മളെ കാലത്തൊക്കെ നമുക്കും ഉണ്ടായിരുന്നല്ലോ കുസൃതികളൊക്കെ. ആ കുസൃതികൾ വെച്ച് നോക്കുമ്പോൾ ഒരു പടി കുസൃതിയും കൂടെ ഇപ്പോൾ കൂടിയെന്നുള്ളതേ ഉള്ളൂ. ആരോട് പറയാം. ഓക്കെ, ഇത് അടയ്ക്കാൻ നോക്കിയപ്പോഴേ, പാക്ക് ചെയ്യാൻ നോക്കിയപ്പോൾ അകത്തൊരു കുലുക്കം, ഒരു ചെറിയ അനക്കം, ആളനക്കം. അതാരാന്ന് നോക്കിയപ്പോഴാണ് 11 മെഴുകുതിരി. ഓക്കെ, ഇതെല്ലാം കസ്റ്റമർ തന്നെ കുത്തിപ്പറിച്ച് വെച്ചാണ്. എന്നെ കുറ്റം പറഞ്ഞേക്കല്ലേ. ഇതെല്ലാം കസ്റ്റമർ തന്നെ കുത്തിപ്പറിച്ച് അകത്തി എടുത്തതാണ്. എൻ്റെ കൈ വേദന എടുക്കുന്നുണ്ട്. കൈ വേദന എടുക്കാതിരിക്കാൻ എൻ്റെ കൈയാവും. പിന്നെ അടുത്തു. ഓക്കെ, 2 സ്പീക്കറും റിമോട്ടും കൊണ്ടുവന്നിട്ടുണ്ട്. ഒരു സ്പീക്കറേ ഉള്ളൂടി. ഒരു സ്പീക്കറേ ഉള്ളൂ. അവരുടെ റിമോട്ട് വെച്ചേരെ. ഇത് നമ്മൾക്ക് പെൻഡ്രൈവ് കുത്തുകയാണ്. പെൻഡ്രൈവും ബ്ലൂടൂത്തും ഉള്ളതാണ്. ഇതിപ്പോൾ ഇവിടെ നമ്മൾ ഇത് കണ്ട് ഇവിടെ സെലക്ട് ചെയ്യണം. TV, USB, ബ്ലൂടൂത്ത്. അപ്പോൾ USB ഇത് ഇട്ടിട്ട് വേണം ഇത് പ്ലേ ചെയ്യാൻ. പ്ലേ ചെയ്ത് കഴിയുമ്പോൾ പെൻഡ്രൈവായി. ഞാൻ 4 സ്പീക്കറാണ് ഉള്ളത്. അതുകൊണ്ട് നമുക്ക് ഓരോന്നും മാറ്റി മാറ്റി കുത്തി നോക്കാം. ഒന്ന് കുത്തി, 2, 3, 4 സ്പീക്കർ. 4 സ്പീക്കറും ഓക്കെയാണ്. സബ് വൂഫറും ഓക്കെയാണ്. Come on, let's move to. അപ്പോൾ നമ്മുടെ സെറ്റ് റെഡി ആയിട്ടുണ്ട്. അടിപൊളിയായിട്ടുണ്ട്. ഇത് സോണിയുടെ വലിയ കംപ്ലൈൻറ്റ് ഇല്ലാത്ത നല്ല ക്ലാരിറ്റിയുള്ള വില കുറവുള്ള നല്ലൊരു സൂപ്പർ ഹോം തിയേറ്ററാണ്. ഭയങ്കരമായിട്ട് വിറ്റിട്ടുണ്ട്. ഒരു കംപ്ലൈൻറ്റും ഇല്ലാത്ത നല്ലൊരു ഹോം തിയേറ്ററാണ്. ഇത് ഒത്തിരി വീടുകളിൽ ഇരിപ്പുണ്ട്. ഇതൊക്കെ ഒരു കംപ്ലൈൻറ്റ് വന്നാൽ അറിയാവുന്ന ആൾക്കാരെ കൊടുത്ത് ചെയ്താൽ നല്ലതാണ്. അല്ലെങ്കിൽ അത് നശിപ്പിച്ചു പോകും. അല്ലെങ്കിൽ ഒരു കാലത്തും ഇത് വലിയ കംപ്ലൈൻ്റ് ഒന്നും വരികയില്ല. അതിൻ്റെ അത്യാവശ്യ പാർട്സ് എല്ലാം നമ്മുടെ കയ്യിലുണ്ട്. നമുക്ക് റെഡിയാക്കാൻ പറ്റും. താങ്ക് യു ഫോർ വാച്ചിങ്. ഇന്നത്തെ നമുക്ക് ഈ ഹോം തിയേറ്റർ. ഇനി അടുത്ത സാധനമുണ്ട്, ഒരു യമഹയുടെ ആംപ്ലിഫയർ, അതായത് സബ് വൂഫർ. യമഹയുടെ സബ് വൂഫറാണ് ഇവിടെ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട്. അതിൻ്റെ പരിപാടിയിലേക്ക് പോകാം. അതെ, യമഹ, YAMAHA, യമഹ. ഇത് റെഡിയാക്കാൻ പോവാം. താങ്ക് യു.
പിന്നെ ഒരു കാര്യം ഇവിടെ പറയാൻ പറഞ്ഞു, ഇത് 80 വാട്ട്സ് RMS ഉള്ളതാണ്, RMS ആണ്. അപ്പോൾ PMBO വരുമ്പോൾ 800 വാട്ട്സ് വരും. 4 ചാനൽ റിമോട്ടും എല്ലാ സാധനവും ഉണ്ട് നമ്മുടെ.